ചെകുത്താൻ വെഡ്ഡികളെ ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസും റോമൻ കാത്തലിക്സും ജീവനിലത്തിന് ആരാധിക്കണ ആരായാലും മുസ്ലിംസ് ആയാലും ആരായാലും കുളിച്ചണിഞ്ഞൊരുങ്ങി അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും ഉറങ്ങി എഴുന്നേറ്റ് നടക്കുമ്പോൾ ഉറങ്ങി നടക്കണവരുണ്ട് കണ്ണ് തുറന്ന്. അതങ്ങനെയുള്ളവരാണ്. അപ്പോൾ കണ്ടാൽ മനസ്സിലാക്കാൻ പഠിക്കുക ചെകുത്താൻ ബാധിതരും ചെകുത്താൻ വെഡ്ഡികളും വിവരമുള്ളവരാരാന്ന് മനസ്സിലാക്കാൻ. വിവരമുള്ളവർ ഹാരിസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ലോകത്ത്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എല്ലാം കറക്റ്റായിട്ട് അപ്പോൾ ശബ്ദം പുറപ്പെടുവിക്കും. ശബ്ദം എവിടെ എന്തുണ്ടായാലും മൂട്ടിൽ നിന്ന് വിടാം, എന്ത് ചെയ്യാം. അതിനിപ്പോൾ എന്ത് എഫക്റ്റുള്ള വരണേ മനസ്സിലാക്കാൻ പഠിക്കുക. ഈ അണിഞ്ഞൊരുങ്ങി ജീവനില്ലാത്ത വിഗ്രഹങ്ങളെയും ആരാധിക്കുമ്പോൾ മനസ്സിലാക്കുക. സ്വയം ആൻറ്റി ക്രൈസ്റ്റ് ആവാണ്ട് സ്വന്തം പോരായ്മ തെറ്റ് നികത്താൻ നോക്ക്. എന്നിട്ട് ബാക്കിയുള്ളവരെ ദൈവം മനസ്സിലായി. ലവ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ അതിൽ കുറ്റം പറച്ചിലുണ്ട്, ശോഷിച്ച വാക്കുകൾ പറയണ്ട. പെണ്ണും ആണും നിൻ്റെ കൂടെ ഇരിക്കുന്നത് പെണ്ണല്ലേ, ജെൻഡറല്ലേ. അതിൻ്റെ വായന എന്തിട്ട് വൃത്തികെട്ട ശോഷിച്ച വാക്കുകൾ വരണേ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കും. ഇത് സംപ്രേഷണം ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ചോദിക്കുമ്പോൾ പറയുന്നത് അത് ഡിസ്കസ് ചെയ്യണ്ട, നടക്കണ്ട, ഇല്ല, വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അവിടെ വ്യത്യാസമുണ്ട് വെറുതെ പറഞ്ഞിട്ട് പോയി ജീവനില്ലാത്ത വിഗ്രഹാരാധനയും പാതിരി വേഷം കെട്ടണ പാതിരിയുടെ സാക്രിഫൈസും അത് ചെയ്യുന്നതല്ല. യേശോ പറഞ്ഞത് എന്താ? ജീവനില്ലാത്ത വിഗ്രഹാരാധന ചെയ്യരുത് എന്നാ പറഞ്ഞേക്കണേ അല്ലേ? ബൈബിൾ എന്താ വെച്ചാൽ പള്ളിയിലും അല്ല പോയി പ്രാർത്ഥിക്കേണ്ടാത്ത ഒരു സമയം വരുന്നു. അതിനർത്ഥം എന്താ? പള്ളിയിലും വിഗ്രഹങ്ങളിലല്ല ജീവനുള്ള ദൈവം ഉള്ളത്. നശ്വരമായ സ്ത്രീയും നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെ ആരാധിക്കാൻ പറഞ്ഞതിനെ 3.5 വർഷം പബ്ലിക് ലൈഫിൽ ഇറങ്ങി നടന്നതുകൊണ്ടാണ്. 3.5 വർഷത്തിൽ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ സാക്രിഫൈസ് റിപ്പീറ്റ് ചെയ്യണല്ലേ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എന്തിനും സാക്രിഫൈസ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം, ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പുഷ്ടിപ്പെടുത്തുന്നത് ബൈബിൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ജൽപ്പന ജപമാല ജീവനില്ലാത്ത ചെകുത്താൻ ബാധിതർക്കും വിഗ്രഹങ്ങൾക്കും ഈ പാതിരി വേഷം കെട്ടി വിലയില്ലാണ്ട് ചെയ്തതിനും വിഗ്രഹങ്ങൾ ആരാധിച്ച ചെകുത്താൻ ബാധിതരെ പ്രാർത്ഥിക്കുന്നത് അതല്ല. അതിന് ജീവനില്ലാത്ത പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും സ്വയം ജീവനില്ലാത്ത പോലെ ആവാനാണ്. ചെകുത്താൻ വെഡ്ഡികൾ വരെ ഡ്രസ്സ് ഇട്ട് ഭക്ഷണം ഉണ്ടാക്കി അതൊക്കെ ജീവനില്ലാത്ത പോലെ ഉറങ്ങി നടക്കില്ലേ. കിട്ടേണ്ട സമയത്ത് കളർ കോഡ് പോലെ അതിന് മുമ്പ് കിട്ടിയിട്ടുണ്ട്. പേര് വിലാസമില്ലാണ്ട് കുഴിച്ചിടുന്നതല്ല. അത് മനസ്സിലാക്കാണ്ട് ഇപ്പോഴും തെറ്റിലൂടെ നീങ്ങാനാണ് ഭാവമെങ്കിൽ കിട്ടേണ്ടത് വഴി കിട്ടും. അപ്പോൾ നിങ്ങളുടെ വെഡിത്തം അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമ്പിൾ ആക്സിഡൻ്റ് ആയെന്ന് അറിയില്ല, എങ്ങനെയോ ആയി എന്ന് പറഞ്ഞാൽ തിരിച്ച് കിടക്കുമ്പോൾ അതൊക്കെ ഓർക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ വെഡിത്തം ഇതുപോലെ തന്നെ തുടർന്ന് കഴിഞ്ഞാൽ യേശോ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യേണ്ടത് മുങ്ങി നിവരണമെന്ന് കാണിച്ചേക്കണം 30 വയസ്സിൽ അല്ലേ. അവിടെ തലക്കൂടെ 3 തുള്ളി വെള്ളം ഒഴിക്കുന്നതാണോ കൂമോദീസ എന്ന് പറയുന്നത്? അവർക്ക് തിരിച്ചറിവില്ല ചെറിയ പിള്ളേർക്ക്. അപ്പം എന്നിട്ട് പെട്ടികളെ പോലെ വളർത്തി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം. ഒരു സമയത്തുമ്പോൾ 18, 20, 25, 30 വയസ്സ് മുങ്ങി നിവരണം. 3 പ്രാവശ്യം മുങ്ങി നിവർക്കുമ്പോൾ അതൊരവസ്ഥയാണ്. നല്ല സ്ട്രോങ് അവസ്ഥ, ശോഷിച്ച അവസ്ഥയല്ല. അപ്പോൾ ആ രീതിയിലൂടെ നീങ്ങേണ്ടത്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഈ തെറ്റിലൂടെ നീങ്ങാൻ പാവമെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഇതൊക്കെ പറഞ്ഞ വോയിസ് എവിടെയെങ്കിലൊക്കെ എത്തും. അപ്പോൾ അത് ഇങ്ങനെയാണ് തെറ്റിലൂടെ ചെയ്യാൻ പാവമെങ്കിൽ ഈ കുമ്മുട്ടി കോഹൻലാൽ ചെയ്യണ വിഡിത്തം, മണ്ടൻ ഡയലോഗ് അടിക്കണ കുഞ്ചുവാര്യർ ചെയ്യണ വിഡിത്തങ്ങൾ ഇവരിതുപോലെ പറയോ? ഇല്ല. അവർ മണ്ടൻ ഡയലോഗ് അടിക്കും, ഒരു മിനിറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ അഭിനയിക്കും, 2 മണിക്കൂറിൻ്റെ സിനിമയിൽ അഭിനയിക്കും. ആരും പറയിപ്പിക്കാണ്ട് 11 മണിക്കൂർ നിന്ന് പ്രസ്താവിച്ചാലാണ് ഞാൻ മനസ്സിലാക്കാൻ പഠിക്കുക. എവിടെയാണെന്ന് വെച്ചാലും എവിടെ നിന്ന് പറയുമ്പോഴും വ്യത്യാസമുണ്ട്. ഇത് പറയിപ്പിച്ചല്ല പറയണേ. അപ്പോൾ എല്ലാ വക ശോഷിച്ച മുസ്ലിംസും ശോഷിച്ച ഹിന്ദുസും ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സിനെ പറഞ്ഞിരുന്ന ഞാൻ പറയുന്നത് കറക്റ്റായിരിക്കും. എന്നുവെച്ചാൽ അതുപോലെ നടന്നുണ്ട്. അങ്ങനെയുള്ള തെറ്റിലൂടെ ഭാവമെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് ചോദിക്കും. മനസ്സിലാവുന്നുണ്ട്? കിട്ടേണ്ട സമയത്ത് ശവപ്പെട്ടി വരെ നിങ്ങൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ പൂമഞ്ച വെച്ച് നിങ്ങൾ കിടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും അർത്ഥമില്ലാണ്ട് ചെയ്യണം? കൊറോണ സമയത്തും വയനാട് വീണ്ടും താക്കി തന്നു. പീസായി പേര് വിവരമില്ലാണ്ട് ഓരോരുത്തർ കുഴിച്ചിട്ടത്. എന്നിട്ട് മനസ്സിലാവാത്ത വെഡ്ഡികൾ ഇനിയും നന്നാവാൻ ശ്രമിച്ചിട്ടില്ലേ ഇനിയും കിട്ടും. ഇവിടെ ലവ് വീഡിയോസ് കാണും, എന്തെങ്കിലും കാണുവാനായിരിക്കും. പക്ഷെ കൊണ്ട് പറഞ്ഞ് നടക്കണ്ട, പറയിപ്പിച്ച് മാത്രം അവർ പറയണേ. അല്ല, ഞാൻ എന്താ തിരിച്ച് മനസ്സിലാക്കണം, ബുദ്ധി കാണിക്കുക. താങ്ക് യു ആ രീതിയിൽ ഫുള്ളായിട്ട് പറയാൻ നോക്ക്. അല്ലാണ്ട് മൂട്ടിന്ന് വിടണ പോലെ ശോഷിച്ച വാക്കുകൾ നാവിന്ന് വന്നാൽ ചെകുത്താൻ വെഡ്ഡികളെ കണ്ടാൽ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ വ്യത്യാസമെന്ന്. ചെകുത്താനോട് വെഡ്ഡിത്തന്ന് കൂടി ചേർക്കണം. മെറ്റീരിയലിസ്റ്റിക് നേച്ചർ തമ്മിൽ കുഴിയിൽ ചാടിക്കണവർ. ഭാര്യനെ വരെ മക്കൾ അമ്മേനെ തള്ളേനെ കുഴിയിൽ ചാടിക്കണം. തള്ളയും തന്തയും സ്വന്തം മക്കളെ വരെ കുഴിയിൽ ചാടിക്കണം. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഇത് കൊണ്ടുപോയിട്ട് പറയുന്നതല്ല. അപ്പോൾ കുറേ ഏതെങ്കിലും പെണ്ണുമാണ് നിൻ്റെ പോലെയുള്ള വെഡ്ഡികൾ ഇതുപോലെ പറയുമോ? ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്കാ, ആൻറ്റി ക്രൈസ്റ്റ് ശോഷിച്ച അവസ്ഥയിലുള്ള ഹിന്ദുസാ മുസ്ലിംസ് ആരെങ്കിലും ഇത് പറയുമോ? ഇല്ല. മനസ്സിലാക്കാൻ പഠിക്കുക എന്താ വ്യത്യാസം എന്ന്.